നമസ്കാരം. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിൽ ആൾക്കാർക്ക് പോകാൻ ഇപ്പം പൊതുവെ താല്പര്യമില്ല. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പോകാൻ പലരും മടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലുമ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കും നമ്മളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരവിടെ മൊത്തം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ എൻഗേജ് ആക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ തിരക്കായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബിലോങ്സൊക്കെ, പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സഹായിക്കണം, കുഞ്ഞുങ്ങൾ അനാഥരാണ്, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഓട്ടിസമുള്ള കുട്ടികളാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ പൈസ അടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുക. അതൊന്നും അങ്ങനെ ഒരു ട്രസ്റ്റൊന്നും കാണത്തില്ല പലപ്പോഴും. ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഇത് കാണാനായിട്ട് നമ്മൾ യൂറോപ്പ് വരെ പോകണ്ട. അതായത് ഇങ്ങനെ നമ്മളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാരെ കാണാൻ നമ്മൾ യൂറോപ്പ് വരെ പോകണ്ട. നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്താണ് ഇപ്പോൾ ഇന്നത്തെ പിരിവ് നടക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇതേപോലെ ചെയ്തായിരുന്നു. അന്ന് ഞാൻ വന്ന് ലഗേജ് ഇത് ചെയ്ത് ഞാൻ തിരിച്ച് ഇമിഗ്രേഷനോട്ട് പോരുന്ന സമയത്ത് കുറേ ആൾക്കാർ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, സാർ ഇതാണ് സാർ, കുട്ടികൾ ഇത്രയും അനാഥരാണ് സാർ, ഇന്ത്യ എങ്ങനെ പോകുന്നറിയുമോ സാർ, കുട്ടികൾ ഇത്രയും ഉണ്ട് സാർ, ഞങ്ങളുടെ കമ്പനി ചെയ്യുന്നുണ്ട് സാർ, ചാരിറ്റി ചെയ്യുന്നുണ്ട് സാർ, എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടുന്ന് കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അവിടുന്ന് അവരുടെ ഇപ്രാവശ്യം ഞാൻ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് അവരെ പറഞ്ഞ് നമ്മൾ കയറി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് വരുമ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാർ ചാടി വരുന്നു. ഇപ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന ആൾ ഭയങ്കര രസം, എനിക്ക് ചെയ്തു തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ താഴെയുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ ഫോറിനേഴ്സും വരുന്നവരെല്ലാവരെയും, കാരണം ഈ ലഗേജ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കൗണ്ടർ നിൽക്കുന്ന ആൾക്കാർ പറയും. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ടാർഗറ്റ്. ഇവർ വന്ന് നമ്മളെ കൺവിൻസ് ചെയ്യും ഇന്ത്യയിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. ഈ വരുന്ന ഫോറിനേഴ്സിനോടെല്ലാം പറയും ഇന്ത്യ ഭയങ്കര ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ്, ഇന്ത്യയിൽ ഇത്രയും കുട്ടികൾ അനാഥരാണ്, പട്ടിണിയാണ്. പിന്നെ ഈ അവരുടെ മനസ്സിൽ ചിന്തയുണ്ട്, ഈ കറൻസി ഉള്ള ആൾക്കാർ സപ്പോസ് അവരുടെ കയ്യിലിരിക്കുന്ന കാശ് അതിനെ കൊടുത്തേക്കാം എന്ന് കരുതി ഭയങ്കര തന്ത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു പറ്റിപ്പാണ്, എങ്കിലും അത് ഭയങ്കര തന്ത്രപരമായിട്ട് പറ്റിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ പുള്ളിക്കാരന് നാട്ടിൽ പോയ സമയത്ത് ഇതുപോലെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ പറഞ്ഞ് അവന് പൈസ കൊടുത്തു. അവരോട് പറഞ്ഞു, സാർ റെസിപ്റ്റ് ഇപ്പോൾ ഇല്ല, സാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ റെസിപ്റ്റ് അയച്ചേക്കാൻ പറഞ്ഞു. ഫ്ലൈറ്റിൽ കയറുന്നതിനും വരെ റെസിപ്റ്റ് വന്നിട്ടില്ല. ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസത്തിന് മേളിലായി, ഇതുവരെയായിട്ട് ആ റെസിപ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പൈസ അവർ മുക്കി, നമുക്ക് തെളിവുമില്ല. ഇനി ഞാൻ എന്നിട്ട് അവരോട് മൈൻഡ് ചെയ്യാനേ പോയില്ല. ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലേഡീൻ്റെ അടുത്ത് വന്നു, ഹലോ സാർ, ക്യാൻ ഐ ഗെറ്റ് 2 മിനിറ്റ് ഒക്കെ വന്നു. ഭയങ്കര ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു അസോസിയേഷനാണ്, അവർക്ക് ഗ്രൂപ്പിലെ ആൾക്കാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതിപ്പം മാറി, മറ്റൊരു ചുമ്മാ നമ്മൾ ഡൊണേറ്റ് ചെയ്തെങ്കിൽ പോന്നാൽ മതി. ഇതങ്ങനെയല്ല,